ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു അടിപൊളി ചെമ്മീൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാം. ഇതിന് മുൻപും ഞാൻ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 250 ഗ്രാമേ ഉണ്ടാവുള്ളൂ. 1/2 കിലോ വാങ്ങിച്ചതാണ്. അത് ക്ലീൻ ചെയ്തപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയ കുഞ്ഞ് പരിപ്പാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റോട് കൂടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് വലിയുള്ളി വേണം. ചെറുതാണെങ്കിൽ 2 എടുക്കുക, വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. പിന്നെ 2-3 ചെറിയ തക്കാളി ആണെങ്കിൽ ചെറുത് 3 എടുക്കുക, വലുതാണെങ്കിൽ 2 എടുക്കുക. തക്കാളി ഇതിലേക്ക് കൂടുതൽ വേണം. മല്ലിച്ചപ്പും പുതിനയും വേണം, കറിവേപ്പില വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചത് വേണം, പിന്നെ പച്ചമുളക് വേണം. ഇനി പൊടികൾ 1.5 സ്പൂണ് മുളക് പൊടി, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് വെക്കുന്നത് എന്ന് വെച്ചാൽ അതിലേക്ക് ഇതെല്ലാം ഇടുക. ആദ്യം ചെമ്മീൻ ഇടുക, അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച മസാല കൂട്ടുകളൊക്കെ അതിലേക്ക് ഇടുക. പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയും എല്ലാം ഇടുക. പിന്നെ അതിന് ശേഷം പൊടികളിടുക, അതിന് ശേഷം ഉപ്പിടുക. എന്നിട്ട് ഇതെല്ലാം നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഞെരടി അത് യോജിപ്പിച്ച് ഒരു 1/4 മണിക്കൂർ വെക്കണം. അതാദ്യം ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി പിടിപ്പിക്കണം. എന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 1/4 മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൈ കൊണ്ട് തന്നെ ചെയ്യണം, റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇത് റോസ്റ്റ് ചെയ്ത് വേവിച്ചെടുക്കാം. ഞാൻ കണ്ടില്ലേ, ഇതിൽ വെള്ളം ഇറങ്ങി വന്നിട്ട് അതിലൊരു തുള്ളി വെള്ളം പോലും ഞാനിതിൽ ഒഴിച്ചിട്ടില്ല. ഉള്ളി, തക്കാളി, ചെമ്മീൻ അതിലുള്ള വെള്ളം ഇറങ്ങി വന്നിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ വെളിച്ചെണ്ണയും കൂടി ആയതുകൊണ്ട് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് അങ്ങനെ എണ്ണ തെളിയുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെയല്ല കുറച്ച് കുറുന്നനുള്ള കറി പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് പത്തിരിയിൽക്കും നെയ്ച്ചോറിൽക്കും ഒക്കെ കഴിക്കാൻ പറ്റും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.